ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നെച്ചേഴ്സ് വ്ളോഗ്സ്. അങ്ങനെ ഗൈസ്, സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് നമ്മളൊന്ന് സ്കൂൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ അമ്മയും അച്ഛനൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ബ്ലോഗുകൾ അവിടെയും ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏച്ചിന്ന് പോയതുകൊണ്ട് തന്നെ ഏച്ചിനെ നമ്മൾ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അവിടെ അവൾ അതാ നിൽക്കുന്നു ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? അതാ അവിടെ അവൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവളെ പിക്ക് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഒരു കേസ് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു വയസ്സ്. ഞങ്ങൾ പോയെന്ന് നല്ല തിരക്കാന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. നമ്മൾ പാർക്കിംഗ് സ്പേസിലൊക്കെ ഫുള്ളായിരുന്നു. നമ്മൾ റോഡ് സൈഡിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കുക കേസ്, ഓറഞ്ച്, വെള്ള, നീല ഒരേ കമ്പനിയുടെ ഒരേ കാറുകൾ നിരത്തി നിർത്തിയിട്ടിരിക്കുന്നത്. ഇതിൽ ഓറഞ്ച് വന്നത് നമ്മളേതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അച്ഛൻ്റെ വക ഒരു ഹൈ ഒക്കെ കിട്ടിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, SM സ്ട്രീറ്റിലേക്ക് നടന്നു. അത് നാളെ നമ്മൾ SM സ്ട്രീറ്റിൽ എത്തിയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ വിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്തു, സൺഡേ മാളിലെത്തി. സൺഡേ മാളിൽ നിന്ന് എന്ത് ചെയ്തു, കുറേ ബുക്കൊക്കെ എടുത്തു. ബുക്ക് മാത്രം എടുത്താൽ പോരല്ല, ബുക്ക് പൊതിയിടാൻ പൊതി വേണം. അങ്ങനെ പൊതിയും തപ്പി. അങ്ങനെ നമ്മൾ ബുക്കും പൊതിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, നേരെ പേസ് വാങ്ങാൻ പോയി. പേസ് അവിടെ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കൾക്ക് പറ്റിയിട്ട് പീസാണ് അവിടെ കൂടുതൽ. അപ്പം എനിക്ക് പറ്റിയിട്ട് കാണാൻ തുടങ്ങി ഞാൻ കുറേ തപ്പേരാണ് അവിടെ നിന്ന് ഒരു പീസ് എനിക്ക് പറ്റിയത് കണ്ടുപിടിച്ചത്. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, പെന്ന പെൻസിൽ കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിന്നു. പേന പെൻസിൽ എന്ന് പറഞ്ഞാലും പേനയും പെൻസിലൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, സ്കെച്ച്, ഹൈലൈറ്റർ, നെയിൽ സ്ലിപ്പൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ച പെൻ അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ വാങ്ങി. ഞാൻ കിടന്ന് തപ്പുന്നതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നെയിൽ സ്ലിപ്പ് തപ്പി കഴിഞ്ഞാൽ ഒരുപാട് നേരം തപ്പി ഞാൻ എന്ത് ചെയ്തു, ഇത് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെയുള്ള ഫാൻസി കയറി. വലിയ പാത്രമൊക്കെ വാങ്ങി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരുപാട് സാധനം അവിടെ നിന്ന് വരങ്ങി കുട്ടി എന്ന് നിങ്ങളങ്ങനെ വിചാരിക്കരുത്. കാരണം വളരെ കുറച്ച് സാധനം വാങ്ങി, വളരെ 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 കുറച്ച് സാധനമാണ് വാങ്ങിയത്. കാരണം എന്താ, 3 കമ്മലും ഒരു ക്രാബും ഒരു ചീർപ്പും മാത്രമാണ് കേസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചീർപ്പ് വന്നിട്ട് ഒരു വുഡനെ ചീർപ്പുണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായി തപ്പി നടക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ അത് അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഏച്ചിക്ക് അവിടെ നിന്ന് കുറേ ക്രാബും എന്താ പറയുക കമ്മലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം എന്താ പറയുക കൂടുതലും ക്രാബൊക്കെയാണ് അവിടെ കാഴ്ച വന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ചീർപ്പൊന്നായിരുന്നു കേട്ടോ. അതിനാണ് ഞാൻ പൊട്ട് തപ്പാൻ നിന്നു. ഞാൻ ഉദ്ദേശിച്ച പൊട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ കളറ് പൊട്ടുകളായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച വൈറ്റ് പൊട്ടായിരുന്നു. അത് അവിടെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നേരെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. നമ്മൾ എന്ത് ചെയ്തു, നേരെ എന്തെടുത്താലും 30 രൂപ എന്ന ഷോപ്പിൽ കയറിയിട്ടോ. അവിടെ അച്ഛനും അമ്മയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവർക്കായിരുന്നു സാധനങ്ങൾ വാങ്ങുക. അവിടുന്ന് അവരെന്താ ഒരുപാട് കുപ്പിയും പട്ടൊക്കെ ഉണ്ട് കേസ് അവിടെ. അവിടുന്ന് അവരെന്താ പറയുക, ഇത് വാരിയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഞാൻ ഏച്ചി പുറത്ത് നിന്ന് അവരെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ അത് അമ്മ വന്നു. പിന്നെ അച്ഛൻ അത് അവിടെ ബില്ലടിക്കാൻ നിന്നിട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നേരെ ബുക്ക് മാത്രം വാങ്ങിയാൽ പോരല്ലോ, ബുക്ക് ഇടാൻ വേണ്ടി നമുക്ക് ബാഗും വാങ്ങണം. അങ്ങനെ ഞാനും അച്ഛനും കൂടി ഇതാ മുന്നിൽ നടന്ന് ബാഗും കുപ്പിയൊക്കെ വാങ്ങാൻ പോവാണ്. കുപ്പി വാങ്ങിയത് എനിക്ക് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ ബാഗ് വാങ്ങാൻ കയറി കേട്ടോ ഗൈസ്. ആദ്യം ഒരു വീഡിയോ കയറി, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ബാഗ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ഞാൻ എന്താ പറയുക, ഈ ഒരു ബ്ലാക്ക് ബാഗ് വാങ്ങിയിട്ടോ ഗൈസ്. അവിടെ നിന്ന് ബാഗൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, അത് നേരെ പാക്ക് ചെയ്യാനൊക്കെ കൊടുത്ത് അവിടെ നിന്ന് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്തു, അച്ഛനെ ചേച്ചിക്കും ഫോൺ കേസ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ കയറിയ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കേസ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഷോപ്പിൽ കയറി. അവിടെ നിന്ന് എന്ത് ചെയ്തു, അച്ഛനും മോളും കൂടി സെയിം ആയിട്ടുള്ള ബ്ലാക്ക് കേസ് വന്നു കേട്ടോ കേസ്. അങ്ങനെ അച്ഛൻ വെള്ളം വാങ്ങാൻ പോയ സമയത്ത് നമ്മൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ ഷോപ്പ് ചെയ്ത് വന്നപ്പോൾ നമ്മളൊക്കെ കൂടെ ദാഹിച്ചു പോയി. കാരണം അത്രയും തിരക്കാണ്. ഇപ്പോൾ പെരുന്നാൾ സമയം കൂടെ ഒക്കെ ആയാലും ഭയങ്കര തിരക്കാണ് കേട്ടോ കേസ്. അങ്ങനെ ഞാൻ അവളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ മുന്നേ വാങ്ങിയ കേസും ഇതേമാതിരി തന്നെ സെയിം ബ്ലാക്ക് കേസായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനി ഒരേമാതിരിയുള്ള ഇത് എങ്ങോട്ടാണ് വാങ്ങിയിട്ടെന്ന്. അപ്പോൾ പറഞ്ഞു അതല്ല ഇതല്ലായിരുന്നു. അതാണ് കേസ് നിങ്ങൾ നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, SK പൊറ്റക്കാടിൻ്റെ ഇത് പ്രതിമേൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ കേസ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് കേസ് നമ്മൾ അങ്ങോട്ടേക്കുള്ള തിരക്കാണ് കേട്ടോ കേസ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ന്യൂ മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഷോപ്പിലായിരുന്നു, റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായത്. അവിടെ കയറി കഥ പറച്ചിലും ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനും ചേച്ചിയും ഫ്രൈഡ് റൈസും
അച്ഛനും അമ്മയും കൂടി പൊറാട്ടയും ബീഫായിരുന്നു. അങ്ങനെ പൊറാട്ട വന്നിട്ട് കുറച്ച് കട്ടിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഫ്രൈഡ് റൈസ് കൊള്ളായിരുന്നു കേട്ടോ ഗൈസ്, നല്ല ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്തു വീട്ടിൽ വന്ന് അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും. നമ്മൾ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ബൈ ബൈ.